ചെയ്യാം എന്നാ പടച്ചോനോട് ചായ കൊണ്ടുവരൂ എന്ന് പറയാൻ പറ്റുമോ? അല്ല എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ 2 ഗ്ലാസ് ചായ എന്ന് ഓർഡർ ചെയ്യാൻ പറ്റുമോ? കാഫറായി പോകും. കാരണം ഇത് മനുഷ്യർക്ക് അല്ല കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യേണ്ട കാര്യമാണ്, അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു. അതിനപ്പുറമുള്ള കാര്യം റബ്ബിനോട് ചോദിക്കേണ്ടതാണ്. അതിനുള്ള കുദ്റത്ത് വേണോ, കഴിവ് വേണോ, ഹിക്മത്ത് വേണോ, ഇതൊക്കെ റബ്ബിനോട് ചോദിക്കേണ്ടത്. ചിലപ്പോൾ ചായ ആയിരിക്കും, ചായപ്പൊടി വേണമെങ്കിൽ തന്നെ ചിലപ്പോൾ പടച്ചോനോട് അല്ലാ നല്ല വിള തരണേ എന്ന് പടച്ചോനോട് ചോദിക്കേണ്ടി വരും. ഇവിടെ ചെയ്യാം എന്നാ പടച്ചോനോട് ചായ കൊണ്ടുവരൂ എന്ന് പറയാൻ പറ്റുമോ? അല്ല എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ 2 ഗ്ലാസ് ചായ എന്ന് ഓർഡർ ചെയ്യാൻ പറ്റുമോ? കാഫറായി പോകും. കാരണം ഇത് മനുഷ്യർക്കല്ല കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യേണ്ട കാര്യമാണ്, അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു. അതിനപ്പുറമുള്ള കാര്യം റബ്ബിനോട് ചോദിക്കേണ്ടതാണ്. അതിനുള്ള കുദ്റത്ത് വേണോ, കഴിവ് വേണോ, ഹിക്മത്ത് വേണോ, ഇതൊക്കെ റബ്ബിനോട് ചോദിക്കേണ്ടത്. ചിലപ്പോൾ ചായ ആയിരിക്കും, ചായപ്പൊടി വേണമെങ്കിൽ തന്നെ ചിലപ്പോൾ പടച്ചോനോട് അല്ലാ നല്ല വിള തരണേ എന്ന് പടച്ചോനോട് ചോദിക്കേണ്ടി വരും. ഇവിടെ ചെയ്യാം എന്നാ പടച്ചോനോട് ചായ കൊണ്ടുവരൂ എന്ന് പറയാൻ പറ്റുമോ? അല്ല എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ 2 ഗ്ലാസ് ചായ എന്ന് ഓർഡർ ചെയ്യാൻ പറ്റുമോ? കാഫറായി പോകും. കാരണം ഇത് മനുഷ്യർക്കല്ല കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യേണ്ട കാര്യമാണ്, അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു. അതിനപ്പുറമുള്ള കാര്യം റബ്ബിനോട് ചോദിക്കേണ്ടതാണ്. അതിനുള്ള കുദ്റത്ത് വേണോ, കഴിവ് വേണോ, ഹിക്മത്ത് വേണോ, ഇതൊക്കെ റബ്ബിനോട് ചോദിക്കേണ്ടത്. ചിലപ്പോൾ ചായ ആയിരിക്കും, ചായപ്പൊടി വേണമെങ്കിൽ തന്നെ ചിലപ്പോൾ പടച്ചോനോട് അല്ലാ നല്ല വിള തരണേ എന്ന് പടച്ചോനോട് ചോദിക്കേണ്ടി വരും. അതായത് ഒരു ജിന്ന് കോലം മാറി വരിക നമ്മുടെ മുന്നിൽ. ഒരാൾ വന്നിട്ട് പറയും ഞാൻ ജിന്നാണ്. അപ്പോൾ എന്താ നമ്മൾ പറയാ? എന്താ ജിന്ന്, സുഖമാണോ, ചായ വേണോ? അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. അത് ശിർക്കാണോ? വസീലത്ത് ശിർക്കാണോ? അല്ല. അങ്ങനെ ഒരു ജിന്ന് ഹാദിറായാൽ, ഏതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വന്നതുപോലെ വന്നാൽ ചോദിക്കാൻ പാടില്ല. എന്താ കാരണം? ശിർക്കാണ്. അല്ല ശിർക്കാണെന്നല്ല, എന്താണ് അത്? അതിന് ദീനിൽ തെളിവില്ല. മാത്രമല്ല ഒരു പക്ഷേ നമ്മെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? കുഫറിലേക്ക് കൊണ്ടുവരും. അതാണ് വസീലത്തുൻ ഇല ശിർക്ക് എന്ന് പറഞ്ഞത്. ചിലപ്പോൾ നമ്മെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ശിർക്കിലേക്ക് കൊണ്ടുപോകും.